പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. തിങ്കളാഴ്ച രാവിലത്തെ എൻ്റെ പരിപാടികളൊക്കെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ കയ്യിരിക്കുന്ന ഈ ചെണ്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നതെങ്കിലും അതിന് മുമ്പ് 2 വാക്ക് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിനെ കുറിച്ച് പറയാം. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് വിമൻ പാന്റ് ഷർട്ട് സെറ്റാണ്. 600 സംതിങ് അത്രേ ഉള്ളൂ റേറ്റ്. പിന്നെ അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ്. 600 സംതിങ് അത്രേ ഉള്ളൂ എന്ന് ഞാൻ പറയാൻ കാരണം, ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് മെറ്റീരിയലൊക്കെ വാങ്ങിച്ച് ഇതുപോലെ മോഡലൊക്കെ പറഞ്ഞു കൊടുത്ത് തയ്പ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, 600 സംതിങ്ങിൽ നിൽക്കുമോ ശരിക്കും പറഞ്ഞ റേറ്റ്. അപ്പൊ തുണിയൊക്കെ വാങ്ങിച്ച് തയ്പ്പിക്കുന്ന കാശുണ്ടെങ്കിൽ ഇതുപോലത്തെ 2 എണ്ണമെങ്കിലും കുറഞ്ഞതെടുക്കാം അല്ലേ. മിനിയമ്മയ്ക്ക് നഴ്സറിയിൽ മാനേജർ അച്ഛൻ്റെ ഫീസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛന് കൊടുക്കാനായിട്ട് ഒരു ബൊക്കെ വേണമെന്നും പറഞ്ഞ് തലേ ദിവസം ഞായറാഴ്ച വൈകുന്നേരം എൻ്റെ അടുത്ത് കുറച്ച് എവർഗ്രീൻ്റെ ഇലകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ച രാവിലെ എഴുന്നേറ്റപ്പോൾ ആ കുഞ്ഞു ദൗത്യം നിർവഹിക്കാനായിട്ട് ഞാൻ എൻ്റെ സ്വന്തം തോട്ടത്തിലിറങ്ങി വാഴച്ചെടിയിലെ പൂവൊക്കെ വെട്ടിയെടുത്തു. പിന്നെ ഇല്ല യൂഫോർബയുടെ അനിയനോ ചേട്ടനോ ആ വകയിൽ ആരോ അങ്ങനത്തെ ഒരു പൂവ് ഉണ്ട് കേട്ടോ. അതും കൂടെ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെണ്ടുണ്ടാക്കാം. പിന്നെ ഞാൻ ആന്റിയുടെ അടുത്ത് നിന്ന് തന്നെ കുറച്ച് ഇലച്ചെടിയൂടെ പറിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒന്നും പേര് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. വാരി വാരി പെറുക്കി പെറുക്കി വെച്ചിട്ട് ഇങ്ങനെ കെട്ടി അതുപോലെ ഒട്ടിച്ചെടുക്കുന്ന ഒരു ചെണ്ടാണ്. പക്ഷേ ഇതിൻ്റെ എൻഡ് റിസൾട്ട് സൂപ്പറായിരുന്നു. ആദ്യം ഞാൻ ആ യൂഫോർബിയ പോലത്തെ പൂവില്ലേ അതിങ്ങനെ കെട്ടിയെടുക്കുവാണ് നൂല് കൊണ്ട്. അതിനുശേഷം അതിന് ചുറ്റിനും സെല്ലോ ടൈപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടൈപ്പ് പൂച്ചെടിയും 2 ടൈപ്പ് ഇലച്ചെടിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ തൽക്കാലം ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ഇലച്ചെടി ഞാൻ ഇതുപോലെ ആ പൂവിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ചുറ്റിനും വെച്ച് കൊടുത്തിട്ട് അത് ആദ്യം ചെയ്തതുപോലെ തന്നെ നൂല് വെച്ച് കെട്ടിയിട്ട് പിന്നെ സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് വാഴച്ചെടിയുടെ പൂവ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്, ചുറ്റിനും വെച്ച് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ ആദ്യം ചെയ്തതുപോലെ നൂല് വെച്ച് കെട്ടിയിട്ട് സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ഒന്നുകൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 4ാമത്തെ ലെയറായിട്ടാണ് മിനിയമ്മ കൊണ്ടുവന്ന ആ എവർഗ്രീൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ചുറ്റിനും വെച്ച് കൊടുക്കുന്നത്. ഇത് സത്യത്തിൽ ഒരുമിച്ച് ഇങ്ങനെ കയ്യിൽ കൂട്ടി പിടിച്ച് കെട്ടിയെടുത്താൽ മതി. പക്ഷേ ഞാനിതിലൊരു പെർഫെക്ഷനിസ്റ്റ് അല്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് അധികം ഫ്ലോപ്പ് ആവാത്ത രീതിയിൽ അതുപോലെ വിട്ടുപോരുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ഉണ്ടാക്കി വേറൊരാളെ ഏൽപ്പിക്കുവാണല്ലോ. അപ്പോൾ ആ ആൾക്ക് എന്തായാലും മോശമായി പോയി എന്ന് പറയരുത് എന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നും കെട്ടുകയും ഒട്ടിക്കുകയൊക്കെ ചെയ്തത്. കെട്ടിയ ബാക്കി വന്ന നീണ്ടു നിൽക്കുന്ന താഴ്ഭാഗത്തെ തണ്ടൊക്കെ വെട്ടിക്കളഞ്ഞു. പിന്നെ ഈ ഇലകളൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഇങ്ങനെ പിടിക്കാൻ പരുവത്തിനൊരു ബൊക്കെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഡെക്കറേഷന് വാങ്ങിച്ച കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ക്രിസ്മസിന് വാങ്ങിച്ച ഫോം ഷീറ്റ് കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോം ഷീറ്റ് വെച്ചിട്ട് ഒരു പിടി കൂടെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ റെഡ് ഗ്രീൻ കോമ്പിനേഷൻ ഒരു സൂപ്പർ കോമ്പിനേഷൻ ആണല്ലോ. അതുകൊണ്ട് ഫോം ഷീറ്റ് വെച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യൽ കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു നൂലൊക്കെ വെച്ചിട്ട് കെട്ടി എന്തായാലും സംഭവം സെറ്റായി. എൻ്റെ ഡ്രസ്സും ഈ ഉണ്ടാക്കിയ ബൊക്കെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനലും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി.